ക്വസ്റ്റ്യൻ എങ്ങനെ നല്ല സൊല്യൂഷൻ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നോക്ക്, 12% വർക്ക് എയ്ക്ക് 15% ഓഫ് അലോട്ടഡ് ടൈമിൽ തീർക്കാൻ പറ്റും. അപ്പോൾ 15% ഓഫ് ടൈമിൽ 12% വർക്കാണ് എ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ 100%. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കാണാത്തൊരു ഇത് കാണും. അപ്പോൾ 15% ടൈമിൽ 12% വർക്ക് ചെയ്യുമെങ്കിൽ 100% ടൈം, അതായത് ടോട്ടൽ ടൈമിൽ എത്ര വർക്ക് എ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു 3 വെട്ടുമ്പോൾ ഇവിടെ 4 വന്നു, 5 വെട്ടുമ്പോൾ ഇവിടെ 20 വന്നു. അതായത് 80% വർക്ക് ആര് ചെയ്യും ടോട്ടൽ ടൈമിൽ, അലോട്ടഡ് ആയിട്ടുള്ള ടോട്ടൽ ടൈമിൽ. ടൈമിൻ്റെ 100%. എന്ത് ചെയ്യും? വർക്ക് 80% വർക്ക് എ ചെയ്യും. എ ആൻഡ് ബി വർക്ക് ഫോർ ദ എൻറ്റയർ പീരീഡ് ഓഫ് ദ അലോട്ടഡ് ടൈമിലാണ് ചെയ്തത്. ആൻഡ് ദ വർക്ക് ഗോട്ട് കംപ്ലീറ്റഡ് ഓൺ ടൈം. വാട്ട് പോർഷൻ ഓഫ് ദ വർക്ക് വാസ് ഡൺ ബൈ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ടൈമിൽ 80% വർക്കാണ് എ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 20% വർക്കായിരിക്കും ആര് ചെയ്തത്? ബി ചെയ്തത്. ഓപ്ഷൻ ബി വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്ര സമയം എടുക്കും? 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്. എ 12%-ന് 15 എടുത്താൽ ഇപ്പോൾ 12% വർക്ക് 15% ഓഫ് ദ അലോട്ടഡ് ടൈം. അപ്പോൾ 15-ന് 12 എടുക്കും. അപ്പോൾ 4 ഇവിടെ 20, അതായത് 80% വർക്ക് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 20% ആര് ചെയ്യും? ബി ചെയ്യും. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ആ ചെറിയ ബേസ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈമിൻ്റെ 100%. ഒരു സാധനത്തെ 100% കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 100/100 ആണ് 100%. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ടൈമിൻ്റെ 100%. അപ്പോൾ ടൈമിൻ്റെ 15% ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. 15% ഓഫ് ടൈമിൽ 12% ഓഫ് വർക്ക് ചെയ്താൽ, എന്നാൽ 100% ഓഫ് ടൈമിൽ എത്ര വർക്ക് ചെയ്യും? അപ്പോൾ ഈ പെർസെൻറ്റേജ് ടൈമും പോയി. വെട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 80% ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കിട്ടും. ഇതാണ് എ ചെയ്തത്. അപ്പോൾ ടോട്ടൽ വർക്കിൻ്റെ 100%. അവിടെ ഈ 100% എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ വർക്കിൻ്റെ 100%. അതിൽ 80% ആര് ചെയ്തു? എ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 20% ആര് ചെയ്യുന്നത്? ബി ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നത്. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ബാക്കി ക്ലാസ്സുകളൊക്കെ കാണാൻ നോക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക.